മോർണിംഗ് ജലീൽ. ഇന്നും സൗദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതുപോലെ തന്നെ തുടരുന്നു അല്ലേ? ഗോകുൽ, ദിൽന, ഗുഡ് മോർണിംഗ്. സൗദിക്ക് നേരെ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഒരു ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും മുടങ്ങാതെ ഇറാന്റെ ആക്രമണം സൗദിയിലെ ഓയിൽ പ്ലാന്റുകളും അതോടൊപ്പം അമേരിക്കൻ താവളങ്ങളും ഒക്കെ ലക്ഷ്യമാക്കി ഉണ്ടാകുന്നുണ്ട്. ഭൂരിഭാഗവും സൗദി പ്രതിരോധ സേന തകർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ആക്രമണങ്ങളുടെ എണ്ണം കഴിഞ്ഞ ആഴ്ചകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജാഗ്രത വേണം, പരിഭ്രാന്തി വേണ്ട എന്നാണ് പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം. സൗദിയിൽ സ്കൂളുകളും ഓഫീസുകളും മറ്റും സാധാരണ പോലെ തന്നെ ഓഫ്ലൈനായി പ്രവർത്തിക്കുന്നുണ്ട്. വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും പൊതുഗതാഗത സർവീസുകളും എല്ലാം സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് രാജ്യത്തെ സ്വദേശികൾക്കും വിദേശികൾക്കും ഒക്കെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കഴിഞ്ഞ ദിവസം നിർണായകമായ ഒരു ചർച്ച നടത്തി. മേഖലയിലെ സൈനിക നീക്കങ്ങളും സുരക്ഷാ വെല്ലുവിളികളും ഒക്കെയാണ് ഇരുവരും ടെലിഫോണിലൂടെ സംസാരിച്ചത് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും റഷ്യ നൽകിയിരിക്കുന്ന ഉറപ്പാണ്. സൗദിയുടെ മണ്ണിൽ യാതൊരു വിധത്തിലുള്ള കടന്നുകയറ്റങ്ങളും അനുവദിക്കില്ല എന്നും രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെങ്കടൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ കപ്പൽ ഗതാഗത സുരക്ഷയെക്കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചു. ഇത്തരം സംഘർഷങ്ങൾ ലോക വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും ദോഷകരമായി ബാധിക്കും എന്ന് അവർ വിലയിരുത്തുകയും ചെയ്തു. അതോടൊപ്പം സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ റഷ്യ, ചൈനീസ്, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തി. ഈ മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളെ കുറിച്ച് ഇവർ ചർച്ച ചെയ്തു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഈ റഷ്യ, ചൈന, ജപ്പാൻ പോലുള്ള വലിയ ശക്തികളുടെ സഹകരണം ഉറപ്പാക്കുകയാണ് സൗദി. ഓരോ ദിവസവും നയതന്ത്ര ചർച്ചകൾ സൗദി കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതേസമയം മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ പ്രതിസന്ധിയിലായ ഒരു പശ്ചാത്തലത്തിൽ സൗദി തുറമുഖങ്ങൾ അയൽ രാജ്യങ്ങൾക്കായി തുറന്നു നൽകുകയാണ് സൗദി. ഇതിന്റെ ഭാഗമായി ജിദ്ദ തുറമുഖത്തിൽ നിന്ന് കൂടുതൽ കപ്പൽ സർവീസുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുടെ കൂടുതൽ ചരക്കുകൾ ഇതുവഴി കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഒക്കെ സാധിക്കും. ജിദ്ദ തുറമുഖത്തിൽ നിന്ന് മുംബൈ ഉൾപ്പെടെ ലോകത്തിലെ 13 പ്രധാന തുറമുഖങ്ങളിലേക്ക് പ്രമുഖ ഷിപ്പിംഗ് ലൈനായ PIL 2 പുതിയ സർവീസുകൾ ആരംഭിച്ചു. 14,000 കണ്ടെയ്നറുകളുടെ അധിക ശേഷി ഈ സർവീസുകൾ നൽകുമെന്നാണ് സൗദി പോർട്ട് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഖത്തറിലെ അതോടൊപ്പം തന്നെ സൗദിയിലെ പല അയൽ രാജ്യങ്ങളുടെയും ചരക്ക് നീക്കങ്ങൾ ഇതുവഴി കൂടുതൽ ചരക്ക് നീക്കങ്ങൾ നടക്കുമെന്നാണ് പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.